ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. എന്താണെന്നല്ലേ, ഇതേപോലത്തെ പേപ്പർ ബാഗ്സ് നമ്മുടെ മിക്കവരുടെ വീട്ടിലുണ്ടായിരിക്കും. നമ്മൾ എവിടേക്ക് ഷോപ്പിങ്ങിന് പോവായാലും മിക്ക കടകളിൽ നിന്നും നമുക്ക് ഇതേപോലത്തെ പേപ്പർ ബാഗ്സിലാണ് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് തരുന്നത്. അപ്പോൾ ഇത് നമ്മൾ എടുത്തു വെക്കാറുണ്ടോ? എടുത്തു വെക്കുന്നവരുണ്ടെങ്കിൽ നമുക്കിതുകൊണ്ടൊരു സൂപ്പർ ഓർഗനൈസർ ഉണ്ടാക്കാം. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ താഴെ റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിരിക്കുന്ന ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടപ്പുറത്തൊരു കുഞ്ഞ് ബെല്ലൈക്കണും കൂടി വരും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. അതിലെ ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോഴാണ് നിങ്ങൾക്ക് എപ്പോഴും നോട്ടിഫിക്കേഷൻ വരുള്ളൂ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് എൻ്റെ കയ്യിലുള്ള കുറച്ച് ഹെയർ ക്ലിപ്സും പിന്നെ കുറച്ച് ഇയറിങ്സും. അധികം ഒന്നുമില്ല, കുറച്ചുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമ്മൾ വെറുതെ ബോക്സിലൊക്കെ ആക്കിയിട്ടാണ് സൂക്ഷിച്ച് വെക്കാറ്. ഇയറിങ്സും അതേപോലെ തന്നെ ഹെയർ ക്ലിപ്സും ഒക്കെ. അപ്പോൾ നമ്മൾ എവിടേക്കെങ്കിലും പോകുമ്പോൾ നോക്കി തിരഞ്ഞെടുക്കാനൊക്കെ ഇച്ചിരി പാടാണ്. നമ്മൾ നോക്കണതാവില്ല ചിലപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുക. അതുപോലെ തന്നെ ഇയറിങ്സ് ആയാലും നമ്മൾ ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പെയറൊക്കെ തപ്പി പിടിക്കാനായിട്ട് ഇത്തിരി പാടാണ്. അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് നോക്കി എടുക്കാനും ഭയങ്കര എളുപ്പമാണ്. മാത്രമല്ല ഒന്ന് ഒതുക്കി ഇരിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഇന്ന് എന്ത് ഓർഗനൈസറാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ ഹെയർ ക്ലിപ്സും ഇയറിങ്സും കൂടി ഒരുമിച്ച് ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഓർഗനൈസറാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് കളക്ഷനേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഒരു ചെറിയൊരു പേപ്പർ ബാഗാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കുറച്ച് കൂടുതൽ കളക്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് വലിയ പേപ്പർ ബാഗ്സ് നമുക്ക് കിട്ടുമല്ലോ, അത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇതാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന പേപ്പർ ബാഗ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, അത്യാവശ്യം കട്ടിയുള്ള പേപ്പറാണ് ഇതിൻ്റെ. അപ്പോൾ അതേപോലത്തെ യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് കീറി പോവാണ്ട് നമുക്ക് കുറേ നാൾ ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ചെറിയ പേപ്പർ ബാഗാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ കയ്യിൽ കുറച്ച് ഇയറിങ്സും പേപ്പർ ക്ലിപ്സും ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വലുത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലുത് എടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ പേപ്പർ ബാഗിൻ്റെ അടിഭാഗം ഇതേപോലെ ഒന്ന് വിടിയിച്ചെടുത്തിട്ട് ആ കീറിയ ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി ഈ 4 ഭാഗം നമുക്ക് ഒട്ടിച്ചെടുക്കണം. അതായത് 2 സൈഡും കൂടി കൂട്ടി ഒട്ടിക്കണം. അപ്പം നമുക്ക് ഗ്ലൂ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതേപോലെ വെറുതെ സ്റ്റാപ്ലർ വെച്ചൊന്ന് അടിച്ചു കൊടുത്താലും മതി. അപ്പോൾ 2 സൈഡും കൂടി യൂസ് ചെയ്യുമ്പോൾ ഒരുമിച്ച് യൂസ് ചെയ്യുമ്പോൾ ഒന്നുകൂടി നല്ല കനം കിട്ടും ചെയ്യും. കൂടുതൽ നാൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഇത് പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇതേപോലെ എന്തെങ്കിലും മൊനയുള്ള വലിയ സൂചിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് ഈ പേപ്പർ ബാഗിൻ്റെ 2 അറ്റത്തും ഓരോ ഹോൾ ഉണ്ടാക്കി കൊടുക്കാം ഇതേപോലെ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചരടോ ത്രെഡോ കയറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഹോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെറിയ ഹോൾ ഉണ്ടാക്കിയാൽ മതി. വലിയ ഹോളാണെങ്കിൽ അതിങ്ങോട്ട് തന്നെ ഊരിപ്പോരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് ഞാനവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇലാസ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഇലാസ്റ്റിക് യൂസ് ചെയ്യരുത്. അതെന്താണെന്ന് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഇലാസ്റ്റിക് ഞാൻ മാറ്റിയിട്ടുണ്ട്. പക്ഷേ വീഡിയോ എടുത്തതിൽ ഇലാസ്റ്റിക് വെച്ച് ചെയ്യുന്നതാണ് വീഡിയോ എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഇലാസ്റ്റിക് യൂസ് ചെയ്യരുത്. എന്തെങ്കിലും ത്രെഡോ ചരടോ ഒക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. എന്നിട്ട് ഇതേപോലെ ഈ ഹോളിൽ കൂടെ ചരട് കടത്തി കൊടുത്തിട്ട് ബാക്കിൽ ഇതേപോലെ ഒരു കെട്ടിട്ട് കൊടുക്കുക. അത്യാവശ്യം വലിയ കെട്ടിട്ട് കൊടുക്കുക. അതിങ്ങോട്ട് ഊരി പോരാതിരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കെട്ടിട്ട് കൊടുക്കുക. ഈ ചരടിൻ്റെ മറ്റേറ്റം അപ്പുറത്തെ ഹോളിൽ കൂടെ കയറ്റിയിട്ട് ഇതേപോലെ തന്നെ കെട്ടിട്ട് കൊടുക്കുക. ഇതേപോലെ 2 എണ്ണം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമുക്ക് ഇയറിങ്സ് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവിടെയും ഇതേപോലെ ഈ സൂചി ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതേപോലെ ഹോളുകൾ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഓർഗനൈസർ റെഡി ആയിട്ടാ. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ഇയറിങ്സും ഹെയർ ക്ലിപ്സും ഒക്കെ ഇതിലൊന്ന് ഓർഗനൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇയറിങ്സ് ആണ് ഞാൻ ആദ്യം ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ചില ഇയറിങ്സിന് അതിൻ്റെ ബാക്കിൽ ഇതുണ്ടല്ലോ, അതില്ല, മൂടി ഇല്ല. അപ്പോൾ ഞാൻ ഗ്ലൂ സ്റ്റിക്കിൻ്റെ ഭാഗം വെറുതെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് അതാണ് യൂസ് ചെയ്യുന്നത്. കുറേ പേർക്കൊക്കെ അറിയുന്നതായിരിക്കും, എന്നാലും ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഇയറിങ്സ് ഒക്കെ ഇതേപോലെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഹെയർ ക്ലിപ്സ് നമുക്ക് ഇതേപോലെ ഓർഗനൈസ് ചെയ്യാം. അപ്പോൾ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇലാസ്റ്റിക് യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞതിൻ്റെ കാരണം. അപ്പോൾ ഞാൻ ഇലാസ്റ്റിക് മാറ്റി അവിടെ സാധാരണ ഒരു ചരടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഞാൻ സ്റ്റാപ്ലർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഒന്നും കൂടി ഇങ്ങനെ വീണ് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 പാർട്സ് ആക്കിയിട്ട് ഇതേപോലെ നമുക്ക് ഹെയർ ക്ലിപ്സ് ഇതിൽ ഓർഗനൈസ് ചെയ്യാം.
അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഹെയർ ക്ലിപ്സും ഇയറിങ്സൊക്കെ ഞാനിതിൽ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ഷെൽഫ് ഉണ്ടാവുമല്ലോ അതിൻ്റെ ഈ ഉൾഭാഗത്ത് ഷെൽഫിൻ്റെ ഡോറിൻ്റെ ഉൾഭാഗത്താണ് ഞാൻ ഇതേപോലെ ഒരു ഹുക്ക് വെച്ചിട്ട് അതിൽ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ ടൈം സേവ് ചെയ്യാം. നമ്മൾ എവിടേക്കെങ്കിലും പോകുമ്പോൾ സാധനങ്ങൾ തിരഞ്ഞ് സമയം കളയേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സ്പേസ് സേവ് ചെയ്യാം. ഇതേപോലെ ഷെൽഫിൻ്റെ ഡോറിൻ്റെ ഉള്ളിൽ ഇതേപോലെ വെക്കുകയാണെങ്കിൽ നമ്മുടെ സ്പേസും സേവ് ചെയ്യാം. മാത്രമല്ല നമുക്കിത് പൊടി പിടിക്കാണ്ട് കുറച്ചും കൂടി കൂടുതൽ കാലം സൂക്ഷിച്ച് വെക്കാനും പറ്റും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് നല്ല കണ്ടന്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.